എവിടെ നോക്കിയാലും പൊളിറ്റിക്സ് ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് പൊളിറ്റിക്സിനെ പറ്റി തന്നെ സംസാരിച്ചോളാം. സോ വെൽക്കം ടു കാപ്പി വിത്ത് അഖില. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സിന് ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ എന്താണോ പൊളിറ്റിക്സിനെ കാണുന്നത്, നിങ്ങൾക്ക് എന്താണോ പൊളിറ്റിക്സ്, അതാണ് നിങ്ങളുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ടോട്ടലി ഫൈൻ. ഇനി പൊളിറ്റിക്സിന് നമ്മളൊരർത്ഥം പറയുന്നുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, പവർ മാനേജ് ചെയ്യുക, അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസിഷൻസ് എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊളിറ്റിക്സിൽ വരുന്നതാണ്. ആൻഡ് നമ്മളിപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ, നമുക്ക് പൊളിറ്റിക്സിനോട് ചേർന്ന് നിൽക്കുന്ന മീനിങ് അത് തന്നെ ആവും. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മീനിങ് ഉണ്ടെങ്കിൽ ആൻഡ് ദാറ്റ്സ് ടോട്ടലി ഫൈൻ. പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ നേഷൻ ആസ് എ ഹോൾ, ഒരു രാജ്യം മൊത്തത്തിലെടുക്കുമ്പോൾ ആ രാജ്യം എങ്ങനെ ഭരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല രാജ്യത്തിനും പല റൂൾസാണുള്ളത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡെമോക്രസിയാണുള്ളത്. സോ നൗ ലെറ്റ്സ് നോ വാട്ട് ഈസ് ഡെമോക്രസി. ഡെമോക്രസിയിൽ സിസ്റ്റത്തിൻ്റെ പവർ ജനങ്ങളുടെ കയ്യിലായിരിക്കും ഉള്ളത്. ജനങ്ങൾക്കാണ് എൻഷുർ ചെയ്യാൻ പറ്റുന്നത് അവരെ ആര് നോക്കണം, അവരെ ആരാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്ന്, അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കേണ്ടത് ആരാണ് എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഈ പവർ ജനങ്ങൾക്കാണുള്ളത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് പബ്ലിക്കിൻ്റെ റിഫ്ലക്ഷൻ ആവണം. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ അത്യാവശ്യങ്ങൾ നടത്തുക, അവരുടെ സുരക്ഷ ഉറപ്പാക്കുക. ഇതിനൊക്കെയാണ് ഡെമോക്രസി ഹെൽപ്പ് ചെയ്യുന്നത്. റൂൾ ബൈ പീപ്പിൾ. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വോട്ട്, നിങ്ങൾക്കിപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ആ ഒരാൾ നിങ്ങളെ നന്നായിട്ട് പ്രതിനിധീകരിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. അത് നമ്മുടെ പവറാണ്, നമ്മളാണ് അവരെ ജയിപ്പിക്കുന്നത്. സോ ആ പവർ നമ്മുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭരണം എന്നാണ് ഡെമോക്രസീനെ അറിയപ്പെടുന്നത്. ഇനി പൊളിറ്റിക്സും ഡെമോക്രസിയും തമ്മിൽ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ദ ഹൗ, എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഒരു രാജ്യം നടത്തിക്കൊണ്ട് പോകുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിബേറ്റ്സ് നടത്തുക, അല്ലെങ്കിൽ ഒരു പാർട്ടി രൂപീകരിക്കുക, പുതിയ ലോ കൊണ്ടുവരിക, ഇതൊക്കെ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. ഡെമോക്രസി എന്ന് പറയുന്നത് ദ ഹൂ ആൻഡ് വൈ, ആര്, എന്തിന്, ഇങ്ങനെയുള്ളതായിരിക്കും ഡെമോക്രസി. ആളുകളുടെ കയ്യിലാണ് പവർ ഇരിക്കുന്നത്. അതായത് നിങ്ങൾ വോട്ട് ചെയ്യുന്നു, നിങ്ങളുടെ ശബ്ദവും അവിടെ കേൾക്കുന്നുണ്ട്. അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. നമ്മളും കൂടെ അറിയും എന്ത് തീരുമാനങ്ങളാണ് അവരെടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മളറിയും. അതേപോലെ തന്നെ അവരുടെ ആക്ഷൻസിന്, പൊളിറ്റീഷ്യൻസിൻ്റെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ അവർ ചെയ്തൊരു കാര്യത്തിന് നിങ്ങൾക്ക് അവരെ ചോദ്യം ചെയ്യാൻ പറ്റും. ആൻഡ് ദേ ഹാവ് ടു ബി അക്കൗണ്ടബിൾ ഫോർ ദിയർ ഡൂയിങ്സ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് പൊളിറ്റിക്സിൽ താല്പര്യമില്ല, ഇതിപ്പോൾ എന്തിനാ, പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് എന്തിനാ, ഇങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ ലെറ്റ്സ് നോ വൈ യു നീഡ് പൊളിറ്റിക്സ്. മനുഷ്യർ ഒരു ഗ്രൂപ്പായിട്ടാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ പലതരം ആളുകളാണ് താമസിക്കുന്നത്. ആൻഡ് പൊളിറ്റിക്സ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്കൊരു റിസോഴ്സ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ, കോമൺ ആയിട്ടൊരു ഡിസിഷൻ എടുക്കണം. പല ആൾക്കാർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു ലോ ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. ലോ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു അടി നടന്നാൽ അതിനെന്ത് ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ അവിടെ എങ്ങനെ സമാധാനം കൊണ്ടുവരാം എന്നുള്ളതൊക്കെ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. അതൊക്കെ ഒരു പൊളിറ്റിക്സാണ്. ലോ ഉണ്ടാക്കുന്നത് പൊളിറ്റിക്സാണ്. ലോയിലൂടെയാണ് നമ്മളെ ജീവിക്കുന്നതെല്ലാം നിശ്ചയിക്കുന്നത് ലോ ആണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ലോസ്, നിങ്ങൾ ജീവിക്കേണ്ടി വരുന്ന ലോസ് എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതാരാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി കീ റീസൺസ് വൈ യു നീഡ് പൊളിറ്റിക്സ്. കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, ഒരു ഗ്രൂപ്പായിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. അല്ലെങ്കിൽ മെജോറിറ്റി, ഒരാൾ മാത്രമല്ല അവിടെ തീരുമാനം എടുക്കുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങൾ കേട്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് അതിൽ നിന്ന് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. സോ ആൻഡ് ഒരാളല്ല, പല ആളുകൾ കൂടിയിരുന്നിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ് പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ഉള്ളത്. റിസോഴ്സ് അലോക്കേഷൻ, ആളുകൾക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്. എന്തൊക്കെ സാധനങ്ങൾ ആർക്കൊക്കെ കിട്ടണം. ഇപ്പോൾ ഓയിൽ, അല്ലെങ്കിൽ പെട്രോൾ, ഇതൊക്കെ റിസോഴ്സസ് ആണ്. ആൻഡ് ഇതൊക്കെ അലോക്കേറ്റ് ചെയ്യാൻ ഒരു പൊളിറ്റിക്സ് വേണം. അല്ലെങ്കിൽ ആർക്കെത്ര കിട്ടണം, അല്ലെങ്കിൽ ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും തുല്യമായ രീതിയിലാണ് കിട്ടുന്നത്. സോ ആർക്കെത്ര കിട്ടണം, ആർക്കെത്ര കിട്ടരുത് എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ളൊരു പവർ പൊളിറ്റിക്സിനുണ്ട്.
എസ്റ്റാബ്ലിഷിങ് ലോ ആൻഡ് ഓർഡേഴ്സ്. ഒരു ലോ ഉണ്ടാക്കുന്നത്, അത് പാസ്സാക്കുന്നത്, ഇതെല്ലാം പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും നമ്മൾ ഈ പൊളിറ്റിക്സിൻ്റെ അണ്ടറിൽ വരും. അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ്. ഒരാളുടെ മാത്രമല്ല, പലതരം ആളുകളുടെ ഇൻട്രസ്റ്റ് അത് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്ത ഒരാൾ കാണും. അടുത്തൊരു കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്ത ഒരാൾ കാണും. സോ ഇവരൊക്കെ പല പല ഐഡിയോളജീസ് ഉള്ള അല്ലെങ്കിൽ പല പല ആശയങ്ങളുള്ളവരായിരിക്കും. സോ അതെല്ലാം ഒരുമിച്ച് വരുന്നൊരു സ്ഥലമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ പലതാണ് പൊളിറ്റിക്സായിട്ട് റിലേറ്റഡ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് പൊളിറ്റിക്സ് വേണം എന്നുള്ള കാര്യം. ഇതിൽ തന്നെ പറയാവുന്ന ഒന്നാണ് വോട്ട്. നമ്മുടെ ഇടയിൽ തന്നെ ഞാൻ വോട്ട് ചെയ്യുന്നില്ല, ഞാൻ വോട്ട് ചെയ്തിട്ട് എന്താവാനാണ്, ഞാൻ നോട്ടയാണ് കുത്തുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇതെന്തോ അഭിമാനമായിട്ടൊക്കെയാണ് പറയുന്നത്. പക്ഷെ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ റൈറ്റ്സ് ഉപയോഗിക്കാതിരിക്കുകയാണ്. നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാളാണ് വോട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ഡെമോക്രസിയിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാം വളരെ ചെറുതാക്കി പറയാൻ ശ്രമിക്കുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് ആർ അണ്ടർസ്റ്റാൻഡിങ്. എന്തിന് വോട്ട് ചെയ്യണം? വോട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന വോട്ട് കൊണ്ടാണ് മാറ്റങ്ങൾ വരുന്നത്. ഇപ്പോൾ പാർട്ടി മാറുന്നതാവാം. പാർട്ടി മാറുന്നതോട് തന്നെ ഡിസിഷൻസും മാറും. അവരെടുക്കുന്ന തീരുമാനങ്ങൾ വേറെ ആയിരിക്കും, അവർ പ്രവർത്തിക്കുന്ന രീതി വേറെ ആയിരിക്കും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഫോർ വാട്ട് ചേഞ്ച് യു ആർ വോട്ടിങ്. ഇത് ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചെയ്ത് കൊടുക്കുന്നതല്ല. വി ആർ വോട്ടിങ് ഫോർ എ പർപ്പസ്. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഒരു സോഷ്യൽ ഇഷ്യൂ, നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു ഇഷ്യൂവിനെ ഇമ്പാക്റ്റ് ചെയ്യും. ആ ഒരു നേതാവ് അതിനു വേണ്ടി സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ വോട്ടിങ്ങിലായിരിക്കും തീരുമാനിക്കുക. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾ നല്ലതാണെങ്കിൽ അവരതിൽ ഇമ്പാക്റ്റ് ആ ഒരു ഇഷ്യൂവിൽ ചോദ്യം ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കും. സോ അങ്ങനെ ചെയ്താൽ നമ്മുടെ വോട്ട് പാഴായിപ്പോയി തന്നെ. സോ മേക്ക് ഷുവർ യു വോട്ട് ഫോർ ദ റൈറ്റ് പേഴ്സൺ. നമ്മുടെ പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും ഇമ്പാക്റ്റ് ചെയ്യും. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അതൊരു ദിവസത്തേക്കായിരിക്കും, പക്ഷേ നിങ്ങളുടെ ആ ഒരു വോട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിനെയും ഭാവി ജീവിതത്തിനെയും ഇമ്പാക്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും. വോട്ടിംഗ് പ്രൊട്ടക്ട്സ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ ഈ ചെയ്യുന്ന വോട്ടിങ്ങിലൂടെയാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് ഇത് നമുക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സോ അത് ആരാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോട്ട് എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോണും നമ്മുടെ അവകാശവും കൂടെയാണ്. മൈൽ സ്റ്റോൺ എന്ന് പറയാൻ കാരണം പെട്ടെന്നൊരു ദിവസം നമുക്ക് കിട്ടിയൊരു അവകാശമല്ല വോട്ടിങ്. അതിന് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് വോട്ട് ചെയ്യുക. ഞാൻ ചെയ്ത വോട്ട് എന്താവാനാന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ എവരി വോട്ട് കൗണ്ട്സ്. നിങ്ങൾ ചെയ്ത ആ ഒരു വോട്ടും കൗണ്ട് ചെയ്യപ്പെടും. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും ആ ഒരു വോട്ട് കൗണ്ട് ചെയ്യപ്പെടും. സോ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാടുണ്ട്. സോ ഹൗ പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് അവർ ലൈഫ്. പൊളിറ്റിക്സ് നമ്മുടെ ലൈഫിൻ്റെ പല ആസ്പെക്ട്സിലായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം. പൊളിറ്റീഷ്യൻസിനെ വോട്ട് ചെയ്തെടുക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന ഡിസിഷൻസ്, അവരെടുക്കുന്ന ലോസ്, ഇതൊക്കെ നമ്മുടെ ലൈഫിനെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എങ്ങനെ വേണമെങ്കിലും ബാധിക്കാം. അത് ഇന്ന് അല്ലെങ്കിൽ നാളെ ബാധിച്ചിരിക്കും. സ്കൂള്, ട്രാൻസ്പോർട്ട്, വർക്ക്, ഹെൽത്ത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതായത് നമുക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാതായിട്ടുള്ള പല സാഹചര്യങ്ങളിലും പൊളിറ്റിക്സ് എഫക്റ്റ് ചെയ്യും. ഇഫ് യു തിങ്ക് ഐ ഡോണ്ട് ബെനിഫിറ്റ് ഫ്രം പൊളിറ്റിക്സ്, തിങ്ക് അഗൈൻ. എനിക്കൊരു പാർട്ടി ഉണ്ട്, പക്ഷേ ഞാൻ ആ പാർട്ടിയിൽ കണ്ണടച്ച് വിശ്വസിക്കുന്നു. അങ്ങനെയല്ല, ആ പൊളിറ്റിക്കൽ ഐഡിയോളജിയോട് നിങ്ങൾക്ക് യോജിക്കാം. പക്ഷേ ആ പൊളിറ്റിക്സിലുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾ തെറ്റ് ചെയ്താൽ അത് ചോദ്യം ചെയ്യാനുള്ള ധൈര്യവും നമ്മൾ കാണിക്കേണ്ടതാണ്. വലിയൊരു ടോപ്പിക്കാണ്, നിങ്ങൾക്ക് കുറേ സംസാരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ആൻഡ് പലർക്കും പല പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ടോട്ടലി ഫൈൻ. ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ സൈഡ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു പൊളിറ്റിക്കൽ സൈഡ് ആവശ്യമാണ് എന്നുള്ളത് ചിന്തിക്കാം. ആൻഡ് ഒരു പൊളിറ്റിക്കൽ സൈഡിലേക്ക് എത്താം. ഇതുവരെ നിങ്ങളൊരു പൊളിറ്റിക്കൽ സൈഡ് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ടൈം യു ചൂസ് പൊളിറ്റിക്കൽ സൈഡ്. കാരണം പൊളിറ്റിക്സ് നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ വാൾഡിമാർ ലെനിൻ പറഞ്ഞ പോലെ, ഇഫ് യു ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ പൊളിറ്റിക്സ്, പൊളിറ്റിക്സ് വിൽ ഇൻ്റർഫിയർ ഇൻ യുവർ ലൈഫ്. താങ്ക് യു.